പ്രചരണം നിങ്ങൾ തന്നെ കാണുന്നില്ലേ? ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരോട് സംവദിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രചരണം പോകുന്നത്. അവിടെയാണ് ഇപ്പോൾ പെൻഷൻ പോലും കൈക്കൂലിയാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. പല പ്രചരണങ്ങൾ നടത്തി തെറ്റായ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ നടത്തി പോകുന്നത് UDF ആണ്. ഇപ്പോൾ ഇവിടെ ഒരു മരണത്തെ പോലും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാനം അവർ തന്നെ പോസ്റ്റ് എടുത്ത് ഓടിപ്പോകുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ നാട് സ്വരാജിനെ ഏറ്റെടുത്തു എന്നുള്ളത്. അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ സ്വരാജിൻ്റെ നാട്, അവരുടെ ഒരു അഭിമാനമാണ് സ്വരാജ് എന്നുള്ള ഒരു തോന്നലൊക്കെ അവർക്ക് തന്നെ ഉണ്ടല്ലോ. അവർക്കറിയാം അവരുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള സ്വരാജ് നിയമസഭയിൽ എത്തണം, നിയമസഭയിൽ ഉണ്ടായാൽ അതിൻ്റെ ഗുണമുണ്ടാകും. പ്രത്യേകിച്ച് ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു MLA ഉണ്ടായാലല്ലേ ഈ നാടിനൊരു ഈ വികസന പ്രവർത്തനത്തിനൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകും, ഒരു തുടർച്ചയുണ്ടാകൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും. സ്വരാജിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും.